നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയാൻ പോകുന്ന കുംഭൻ രാശിയിൽ ജനിച്ച ആൾക്കാരുടെ ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള ഒരു മാസ കാലഘട്ടത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ്. കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ അരഭാഗം, ചതയം, പൂരിട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം, ഇതാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ സൂര്യൻ്റെ മൂവ്മെൻ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് മാസഫലങ്ങൾ നമ്മൾ പറയുന്നത്. ഈ മാസം നമുക്ക് 2-3 മൂവ്മെൻറ്റ്സ്. ഒന്ന്, കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി എന്നതുപോലെ സ്ട്രോങ് ആയിട്ട് ശനി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് അവർക്ക് കുറച്ച് കൂടുതൽ എനർജി കൊടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. 2ാം ഭാവത്തിലേക്ക് ചൊവ്വ പോകുന്നുണ്ട്, ശുക്രനുണ്ട്, ബുധനുണ്ട്, രാഹുവുണ്ട്. 3ലേക്ക് രവി മാറി വരികയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം. പിന്നെ 3ൽ നിൽക്കുന്ന വ്യാഴം 4ലേക്ക് മാറുന്നുണ്ട്. അത് കുറച്ചുകൂടെ കുംഭൻ രാശിക്കാർക്ക് അനുകൂലമാണ്. അപ്പോൾ അവരെ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേടമാസം എന്ന് വെച്ചാൽ ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള ഈ കാലഘട്ടം അനുകൂലമാവുകയാണ്. ആ കഴിഞ്ഞ മാസത്തെക്കാളും കഴിഞ്ഞ 2-3-4 മാസങ്ങളെക്കാളും അനുകൂലമായൊരു മാസമാണ് അവർക്ക് വരുന്നത്. എല്ലാ കാര്യങ്ങളിലും ഏത് കാര്യത്തിനും അവർക്കൊരു മാറ്റം ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ അവർക്കൊരു പ്രതീതി ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഗുണകരമായ രീതിയിലാണ്. 3ൽ രവി നിൽക്കുമ്പോൾ പല കാര്യങ്ങളും റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി അവർക്ക് വരും. ആ ടെൻഡൻസി വളരെ ശ്രദ്ധിച്ച് വേണം മൂവ് ചെയ്യാൻ. രവി 3ലേക്ക് പോയി കഴിയുമ്പോൾ ഉച്ചരാശിയാണ് രവിയുടെ. നല്ല ഉജ്ജ്വലമായ ഒരു ചൂട് കൂടുന്ന ഒരു മാസവും കൂടാണ്. അപ്പോൾ കുംഭൻ രാശിക്കാർക്കും ആ ചൂടിൻ്റെ ഒരു ഭാഗം അവർക്കും കിട്ടിക്കഴിയുമ്പോൾ അവർക്കും റിസ്ക് എടുക്കാൻ തോന്നും എന്ന് വിചാരിച്ചിട്ട് വലിയ റിസ്ക് ഒന്നും എടുത്ത് കളയരുത്. കാരണം അത് അത്ര അനുകൂലമൊന്നുമല്ല. നമ്മൾ സശ്രദ്ധം പഠിക്കേണ്ടതും ഉള്ള കാര്യം നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു മാസമാണ് ഈ മേടമാസം. ചെറിയ റിസ്ക്കെല്ലാം എടുക്കണ്ടെന്ന് പറയുന്നില്ല, അത് കാൽക്കുലേറ്റഡ് റിസ്ക്കുകൾ എടുക്കാം. ബിസിനസ്സുകാർക്കെല്ലാം സാധാരണ ഒരു മാസം തന്നെയാണ്. കുറച്ചുകൂടെ അവർക്കൊരു സെയിൽസ് കൂടുന്ന മാസമാണ്. സെയിൽസ് കൂടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ചിലപ്പോൾ ഒരു കുറച്ച് കൊടുക്കാമെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കൊടുക്കും. വരെ ഇവർക്ക് അങ്ങനെ തോന്നും, ശരി നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കളയാന്ന്. അങ്ങനെയുള്ളൊരു മാസമാണ്. ഓഹരി വിപണിയൊക്കെ ഒരു മാസത്തേക്ക് വെച്ച് കളിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഈ ഒരു മാസം നിങ്ങൾ ഓഹരി വിപണിയിൽ ഇട്ടിറക്കി ഒരു കളി കളിച്ച് നോക്കിയാൽ ചിലപ്പോൾ മിക്കവാറും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. റിസ്ക് ഒക്കെ എടുക്കാം, കുറച്ചൊരു പരിധി വരെ റിസ്ക് എടുക്കാം. പിന്നെ ഫാമിലി ആൾക്കാർ ശ്രദ്ധിക്കണം. 2ാം ഭാവത്തിലൊരു ചൊവ്വയും രാഹുവും ഒക്കെ ഉള്ളതുകൊണ്ട് സംസാര രീതി അന്യോന്യം സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദമ്പതിമാർ തമ്മിൽ വഴക്കിലെത്തിക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ വഴക്കുണ്ടാകും. വഴക്കെന്ന് പറയുക തെറ്റിദ്ധാരണകളുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് പിന്നീട് 2ാമത് സോറി പറഞ്ഞാൽ പോലും ഫലിക്കാത്തതിലുള്ള മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവേ കുംഭൻ രാശിക്കാർ അങ്ങനെയൊന്നും പറയുന്നില്ല, ആലോചിച്ചിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർ. എങ്കിലും ഞാനൊരു വാണിംഗ് അവർക്ക് തരികയാണ്, കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇപ്പോൾ അതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നമുക്ക് 2ാമത്തെ കാര്യം തന്നെ ആഹാരം, ഭക്ഷണം ഒരു റിസർവേഷൻ ഇല്ലാതെ കഴിച്ചു കളയും. അത് പിന്നെ പ്രശ്നത്തിലാകും, അസുഖങ്ങളിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലവേഴ്സ്, പ്രണയിക്കുന്നവരൊക്കെ തമ്മിൽ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ഞാനീ പറയും എല്ലാ വിഭാഗക്കാരും, ഫ്രണ്ട്സ് ആയാലും പ്രണയിക്കുന്നവരായാലും ദമ്പതിമാരായാലും ഓഫീസിൽ അന്യോന്യം വർക്ക് ചെയ്യുന്നവരായാലും കീഴ് ജീവനക്കാരായാലും എല്ലാവരും നമ്മൾ വളരെ സൗഹാർദ്ദപരമായിട്ട് പോകണം. ആദ്യം ആലോചിക്കണം, പിന്നീട് സംസാരിക്കണം. സംസാരിച്ചിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു സമയമാണിത്. കുട്ടികൾക്കും എല്ലാം അങ്ങനെ തന്നെ. എൽഡേഴ്സിനൊക്കെ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാര്യം കാൽപാദങ്ങളിൽ നീരൊക്കെ വരാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. കാലിലൊക്കെ പ്രശ്നങ്ങൾ വരാം, കണ്ണിനൊക്കെ പ്രശ്നം, പ്രത്യേകിച്ച് ഇടത് കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പല്ല് വേദന തുടങ്ങിയിട്ടുള്ള ആ കാര്യങ്ങൾ, ഫേസുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും മൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതാണ് ഈ മാസം നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പ്രത്യേക വിഭാഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ വിഭാഗങ്ങളും വളരെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. മാർക്കറ്റിങ്ങൊക്കെ ഇറങ്ങുന്നവർ, സെയിൽസ് മാർക്കറ്റിങ്ങിലൊക്കെ ഇറങ്ങുന്നവർക്ക് നല്ല സമയമാണ്. അവർ കുറച്ചൊക്കെ റിസ്ക് എടുക്കും. ആ റിസ്ക് എടുത്താൽ അവരുടെ കയ്യിൽ അവർ മാർക്കറ്റിംഗ് പീപ്പിളാണ്, അവർ ഇൻവെസ്റ്റിംഗ് ആൾക്കാരല്ല. അതുകൊണ്ട് അവർക്ക് ബിസിനസ് എല്ലാം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവരൊക്കെ മുന്നോട്ട് ഇറങ്ങണം. കാരണം സംസാരം കൊണ്ട് ജീവിക്കുന്നവർക്കെല്ലാം അനുകൂലമായ സമയമാണിത് എന്നാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിങ് സെയിൽസൊക്കെ അവർ വായ കൊണ്ട്
മീറ്റ് ചെയ്യുന്നവരാണ്. എൻ്റെ കുംഭരാശി വായുരാശിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടവർ ഇങ്ങനെയൊക്കെയുള്ള ട്രാവലിംഗ്, സഞ്ചാരം ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ളവർക്കെല്ലാം അനുകൂലമായൊരു സമയമാണ്. അതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇതാണ് അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് മുഹൂർത്ത സമയങ്ങളാണ്. എന്നുവെച്ചാൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഒരു ട്രാവലിംഗ് യാത്ര ആരംഭിക്കുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പറ്റിയ ഒരു മുഹൂർത്ത ദിവസങ്ങളാണ് ഞാൻ പറയുന്നത്. കുംഭൻ രാശിക്കാർക്ക് ഈ മാസം 18, 19, 26, 28, 29 ഒക്കെ 18-ാം തീയതി, 19-ാം തീയതി, 26, 28, 29 ഈ 5 ദിവസങ്ങൾ അനുകൂലമായ ദിവസങ്ങളാണ്. മുഹൂർത്ത രാശിക്ക് ഉപയോഗിക്കാവുന്ന ദിവസങ്ങളാണ്. പിന്നെ ഉള്ളത് 2, 3, 13 അടുത്ത മാസം 2, 3, 13 ഇത് ഉപയോഗിക്കാം. ഇനി പിന്നെ മുഹൂർത്തങ്ങളാണ്, കടം ഇടാനുള്ള മുഹൂർത്തങ്ങളാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ മുൻ വീഡിയോകളിലൊക്കെ ഇതിനെപ്പറ്റിയുള്ള പ്രാധാന്യം ഞാൻ പറയാം. അതുകൊണ്ട് ഇതിൽ ഞാൻ അധികം വിശദമായിട്ട് അതിൻ്റെ പ്രാധാന്യം പറയുന്നില്ല. മുൻ വീഡിയോകൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം എന്തുകൊണ്ടാണ് ഈ ഒരു മുഹൂർത്തം പറയുന്നത്. ലോൺ നമ്മൾ റീപേ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അതിന് ഈ ഏപ്രിൽ മാസം 20-ാം തീയതി ഉള്ള നല്ല ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 3 മണിക്ക് മധ്യമുള്ള മുഹൂർത്തം വളരെ അനുകൂലമാണ്. ഉച്ചയ്ക്ക് 12:30 3 മണിക്ക് മധ്യ 20-ാം തീയതി. 26-ാം തീയതി വെള്ളിയാഴ്ച 8 മണിക്ക് 9 മണിക്കും മധ്യം, രാത്രി 8-നും 9-നും മധ്യമുള്ള മുഹൂർത്തവും വളരെ അനുകൂലമാണ്. 27-ാം തീയതി ശനിയാഴ്ച 2 മുഹൂർത്തമുണ്ട്. ഒന്ന് 11:45-നും 2 മണിക്കും മധ്യമുള്ള മുഹൂർത്തം. 11:45 2 മണി ഉച്ചയ്ക്ക് ആ മുഹൂർത്തം കൊള്ളാം. അന്നേ ദിവസം തന്നെ രാത്രി 10 മണിക്കും 11 മണിക്കും മധ്യമുള്ള മുഹൂർത്തവും കൊള്ളാം ശനിയാഴ്ചയാണ്. പിന്നെ മെയ് 4-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 11:30 തൊട്ട് 1 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. പിന്നെ മെയ് 6-ാം തീയതി തിങ്കളാഴ്ച 10 മണിക്കും 11 മണിക്കും മധ്യമുള്ള സമയവും കൊള്ളാം. 10-നും 11-നും മധ്യം. 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:45-ന് 8 മണിക്കും മധ്യമുള്ള ഇത് വളരെ വിശേഷപ്പെട്ട മുഹൂർത്തമെന്നാണ് ആചാര്യം പറയുന്നത്. ശനിയാഴ്ച 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:45-നും 8 മണിക്കും മധ്യമുള്ള മുഹൂർത്തം. അതേപോലെ അന്നേ ദിവസം 11:30 മുതൽ 12 മണി വരെയുള്ള 1 മണി വരെയുള്ള മുഹൂർത്തം. 11:30 മുതൽ 1 മണി വരെയുള്ള മുഹൂർത്തവും കൊള്ളാം. ഇതാണ് ഈ മാസത്തെ കുംഭൻ രാശിക്കാരെ പറ്റിയുള്ള കാര്യങ്ങൾ. ഹെൽത്ത് ഞാൻ അടുത്ത മാസം 7-ാം തീയതി കർത്തവാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ചെറിയ ടെമ്പററി ആയിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ജലസംബന്ധമായ അസുഖങ്ങൾ വരാം, ആർത്തവം സംബന്ധമായ അസുഖങ്ങൾ സ്ത്രീകൾക്ക് വരാം, തൈറോയ്ഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെയുള്ള അടുത്ത മാസത്തെ വേറൊരു പ്രത്യേകത 10-ാം തീയതി അക്ഷയ തൃതീയയാണ്. നമ്മൾ അക്ഷയ തൃതീയയെ പറ്റി കേട്ടിട്ടുള്ള സ്വർണം കൊടുക്കാനുള്ള, സ്വർണം വാങ്ങിക്കാനുള്ള, അങ്ങനെ സ്വർണം വാങ്ങിക്കാൻ മാത്രമല്ല പല കാര്യങ്ങളും ആദ്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ദിവസമാണ് അക്ഷയ തൃതീയ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അന്നത്തെ ദിവസം ദാനം ചെയ്യാനുള്ളത്. ദാനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.